പറയട്ടെ, ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ പ്രിയപ്പെട്ട നായകൻ ഇങ്ങോട്ട് വരവായി. നമുക്ക് സ്വീകരിക്കാം. എങ്ങനെ സ്വീകരിക്കാമെന്ന് എനിക്ക് പറയണമെന്ന് എനിക്ക് അറിയില്ല. ഞാനും നിങ്ങളുടെ കൂടെ കൂടുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട AICയുടെ നായകൻ, ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കാൻ കാരണക്കാരനായ, ഇന്ന് സാധാരണക്കാരായ ആളുകൾക്ക് 450 രൂപ മുതൽ 2,10,000 രൂപ വരെ ഓരോ 7 ദിവസങ്ങളിലും വാങ്ങിക്കൊടുക്കുവാൻ ഞാൻ ശക്തനാണ് എന്ന് ഒരു തീരുമാനം എടുത്തിട്ട് ഇന്ന് ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന ഇന്ന് കേരളത്തിൽ മലയാളികളുടെയൊക്കെ ഈ ഇൻഡസ്ട്രിയിലുണ്ടോ? ആ ഇൻഡസ്ട്രിയിലുള്ള ആളുകളെല്ലാം ഒരു നോക്ക് കാണുവാൻ, ഒരു വാക്ക് കേൾക്കുവാൻ കൊതിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട AICയുടെ നായകനെ ഞാൻ ഇങ്ങോട്ട് പിടിക്കാൻ പോവാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിന്റെ, കരഘോഷത്തിന്റെ അകൽപ്പടിയോടുകൂടി ഞാൻ വിളിക്കട്ടെ. നമ്മളെ കപ്പിത്താണ് ഞാൻ ഇവിടെ വിളിക്കാൻ മറ്റാരല്ല, നമ്മുടെ പ്രിയപ്പെട്ട നായകൻ. ഒരു ന്യൂ ഇയർ പ്രത്യേകിച്ചും ഈ ഒരു വർഷത്തിൽ നാം എന്താവണം, നാം എങ്ങനെയാവണം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയും നമ്മുടെ പ്രിയപ്പെട്ട നായകൻ ഈ വേദിയിലേക്ക് ഇരിക്കുകയാണ്. നല്ലൊരു കൈയടി നമ്മളുടെ കരവും നമ്മുടെ ശബ്ദവും നമ്മുടെ മനസാന്നിധ്യവും മാത്രമാണ് ഈ പ്രോഗ്രാമിന്റെ വിജയം. അതുകൊണ്ട് ഹൃദയം കൊണ്ട് നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോട് ഞാൻ ഈ മൈക്ക് എടുക്കാൻ കൊടുത്തോട്ടെ. ഓക്കെ, താങ്ക് യു. ഡയറക്ടറിംഗ് ഇൻഡസ്ട്രി 100% നിയമവിധേയമാണ്. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 19-ാം തീയതി 2025 ഫെബ്രുവരി മാസം 19-ാം തീയതി കേരളത്തിന്റെ 9 ലീഡിംഗ് പത്രങ്ങളിൽ, ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള 9 പത്രങ്ങളിൽ കേരള ഗവൺമെന്റ്, സംസ്ഥാന സർക്കാർ, കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് പത്രത്തിൽ പരസ്യം കൊടുത്തു. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി 100% നിയമവിധേയമാണ്, സർക്കാർ ഒപ്പമുണ്ട് പറഞ്ഞിട്ട്. അത് കണ്ട കുറെ ആളുകൾ കൊടുത്തിട്ടുണ്ടല്ലോ. ഹലോ, സർക്കാർ പറയണേ ഞങ്ങൾ കൂടെ ഉണ്ട്. എന്താ പിണറായി വിജയൻ ഇത്ര ഇഷ്ടം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയോട്? അങ്ങനെ അപാരമായി ഇഷ്ടപ്പെടാൻ ഈ മേഖലയോട് എന്താ അധികമായി താല്പര്യം? കേരളത്തില് ഇന്ന് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ, തൊഴിലില്ലാത്ത ആളുകൾ എന്നെ കുത്തരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് സ്കൂളിൽ പോകത്തൊരു 10ാം ക്ലാസ് പാസ്സാരുടെ ആ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോയി പേര് രജിസ്റ്റർ ചെയ്ത് ലക്ഷക്കണക്കിന് ആൾ തൊഴിലില്ലാതെ പറയുന്നെങ്കിൽ ഇന്ന് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യുന്ന കൂടുതൽ ഡോക്ടർമാരുടെ പേരുണ്ട്, എഞ്ചിനീയർമാരുടെ പേരുണ്ട്, ബിടെക് ഇഷ്ടം പോലെ ഉണ്ട്, MBA ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആളുകൾക്ക് പോലും തൊഴിലവസരം കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. അങ്ങനെ ആകുമ്പോ സംസ്ഥാന സർക്കാരിന് 1 രൂപ മുതൽ മുടക്കില്ലാതെ, ലക്ഷക്കണക്കിന് ആൾക്ക് തൊഴിൽ കൊടുത്ത് അന്തസ്സോടെ ചെറുപ്പക്കാർ ജീവിക്കുന്നത് ഈ സർക്കാർ നേരിട്ട് കാണുന്നു. അതുകൊണ്ടാണ് ഈ മേഖല സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ തയ്യാറാകും, പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു. മുടക്കുന്ന പൈസയ്ക്ക് മൂല്യമുള്ള ഉൽപ്പന്നം കൊടുത്ത് മാന്യമായ ലാഭം എടുത്ത് ജീവിക്കുന്ന ഞാൻ നിങ്ങളും ആഴമിലെതിരെ തലമുടിക്കുന്നത്. ഈ കുടുങ്ങി നോക്കുമ്പോ ഇല്ല എന്തിനാ പറയണേ? നിങ്ങള് തിരിച്ചു നോക്കണ്ടേ? എന്താ കുടുങ്ങുന്നത്? നിങ്ങൾ എന്താ മനസ്സിലാക്കി വെച്ചത്? നിങ്ങൾ എന്താ കൊടുക്കുകയാണത്? മുടക്കുന്ന പൈസ നല്ല ഉൽപ്പന്നമല്ലേ? എവിടെ പറ്റിക്കപ്പെടുന്നത്? വാങ്ങി വിറ്റാൽ ലാഭമല്ലേ? കച്ചവടക്കാരുടെ ലാഭം കിട്ടില്ലേ? ആളുകൾ ഇൻട്രോഡ്യൂസ് കമ്പനി ടേൺ ഓവർ വർദ്ധിപ്പിച്ചാൽ തത്തുല്യമായി ഒരുപാട് കമ്പനി വരും. എന്ത് തെറ്റാണുള്ളത്? ചോദിക്കണം തിരിച്ചത്. സുഹൃത്തുക്കളെ, ഈ നാട്ടിൽ ആളുകൾ പ്രയാസപ്പെടുത്തിട്ട് നമുക്ക് രക്ഷപ്പെടാം. 100% നിയമവിധേയ ഒരു ഓപ്പർച്യൂണിറ്റി എന്റെ കയ്യിലുള്ളത്. ധൈര്യമായി നിലപാടുണ്ടെങ്കിൽ നിങ്ങളെ വിജയിപ്പിക്കാൻ ഈ 3 നേരത്തിൽ ആളുണ്ടെന്ന് ഒരു തർക്കം എനിക്കില്ല. അത് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുന്നത്. നമ്മൾ ലീഡിലൂടെ ഓപ്പർച്യൂണിറ്റി കൊടുത്ത് 3500 രൂപ കുടുംബം പോലെയാണ് പ്രയാസം. ഞാൻ ക്ലാസ്സിന്റെ കാര്യങ്ങളിലേക്ക് അറിയാം. പക്ഷെ ഈ 3500 കിട്ടുന്ന സമയത്ത് ഉസ്താദായിട്ടുള്ള മരുമോനെ നോക്കി തൊഴിൽ വരുമാനം കിട്ടുന്നത് കണ്ടപ്പോ ഈ മനുഷ്യൻ പറയാണ്,
ഞങ്ങൾക്ക് പട്ടിണിയും പ്രയാസം ഉണ്ടെങ്കിൽ ശരി, എന്റെ നോക്കി ഇതുകൊണ്ട് വരുമാനം കൊണ്ട് ഈ വരുമാനം കൊണ്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ മോളെ വീട്ടിൽ കൊണ്ടുവിട്ടാൽ ഇപ്പോൾ ഞാനും ബോധിക്കൊള്ളുന്നു. 3,500 നിന്റെ ഒരു മോളുടെ ജീവിച്ചോളൂ. അങ്ങനെ വരുമാനം എന്റെ മോക്ക് പറ്റൂല, 40 വരുമാനം ജീവിക്കുന്നില്ല. അതിനുശേഷം അയാളെ സംശയം തീർക്കാൻ വേണ്ടി വീട്ടിൽ പോയി പറയുമ്പോ എന്തൊക്കെയോ സംശയങ്ങൾ മുഴുവൻ ലീഡർമാർ തീർത്തുവന്നപ്പോ ഈ ഓപ്പർച്യൂണിറ്റി അന്ന് മുതൽ ഫുൾ ടൈം ആയിരുന്നു. ലക്ഷങ്ങൾ മാത്രമല്ല ഉമറുസ്ഥാനെ ഞങ്ങൾ എല്ലാവരും $3,500 ശമ്പളത്തെ ചീഫ് ഉസ്താദ്, ഐഫോൺ, മാക്ബുക്ക്, പിന്നെ വില കൂടിയ കാർ. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഈ ഉസ്താദൊക്കെ ബെൻസ് കാർ ഓടിക്കാൻ കാണി വെള്ളി മണ്ടത് പോകുന്ന അത് വലിയ സമയം വേണ്ട, വളരെ ചെറിയ സമയം കൊണ്ട് ഇതൊക്കെ സംഭവിക്കുമോ? എന്റെ ആഗ്രഹം അങ്ങനെയല്ല. ഈ ഉമറുസ്ഥാദിന്റെ മോഡലിലെ കുറച്ച് ലീഡേഴ്സ് ഒരുമിച്ച് കൂട്ടിയിട്ട് കോഴിക്കോട് ബെൻസിന്റെ ഷോറൂമിൽ പോയിട്ട് ഒരു ദിവസം ബെൻസിൽ തന്നെ എന്ത് അതും അത് വൈകൂടാ. ഒരുപാട് വൈകിട്ട് ഒരു പരിപാടി ഞാൻ നിൽക്കില്ല. എനിക്കെല്ലാം വേഗം കാര്യങ്ങളാണ്. ഹലോ, ഞാൻ ബാക്കി പാചകം റെഡി ആയി കൂടി ഒരു നേരിട്ട് പോയി വില പറയണം. പച്ച നിൽക്കാൻ തന്നെ ആക്കാൻ പറ്റും. എഴുതാനോ വായിക്കാനോ ഒന്നും അറിയില്ല. ഞാൻ പറയാം, അവൾ ഇങ്ങോട്ട് വന്നതാ. ഒരു മകളുണ്ട്, മകളും ഫുൾ ടൈം നമ്മളോട് വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 15 കുഞ്ഞുങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോ എത്തിയത് താമരശ്ശേരിക്കടുത്ത് പൂരടുത്ത് കാന്തപുരത്താണ് AP ഉസ്താദ് നാട്ടിൽ. അവിടുത്തെ സന്യാസത്തിലെ ആളുകൾ കൂടി അവരെ ഒരു സ്ഥലത്ത് താമസാക്കി. ഒരു കൊച്ചു വീടുണ്ട്. ഈ 2 സ്ത്രീകളും ചെറിയ കുഞ്ഞുങ്ങളേ ഉള്ളൂ. മഴക്കാലം നല്ല തണുപ്പ്, കാര്യമായ വസ്ത്രങ്ങൾ ഒരുപാട് ഉണ്ടാവില്ല എന്നൊക്കെ സംസാരത്തിൽ മനസ്സിലായിട്ടുണ്ടാവും. പട്ടുസാരി വാങ്ങാൻ കൊടുക്കുന്ന അവസ്ഥ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഉള്ള വസ്ത്രം എടുത്തു വെക്കാൻ സ്ഥലമില്ല. കാന്തപുരത്തെ ഒരു ബേക്കറിൽ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്, മോനെ ഇവിടെ നല്ല ബിസ്ക്കറ്റ് ഉള്ളത് പെട്ടി ഒഴിവാക്കുകയാണെങ്കിൽ അത് ഉമ്മാക്ക് മാറ്റി വെക്കണം. അങ്ങനെ ബിസ്ക്കറ്റ് തിരുമ്പോ വരുന്ന പെട്ടികൾ ഉമ്മാക്ക് വേണ്ടി അവിടെ സെയിൽസ്മാൻ മാറ്റി വെക്കുന്നു. എന്നിട്ട് ഉമ്മാനെ വിളിച്ചു കൊടുക്കും, പെട്ടി കൊണ്ടുപോയിക്കൂടി. ആ പെട്ടിയിൽ അത്തമീട്ട് വെക്കുന്നത്. നല്ല തണുപ്പ് വന്നപ്പോ അടിയിൽ കൂലി കയറി, തണുപ്പ് കയറി. എന്നിട്ട് വസ്ത്രങ്ങളെ കരിമ്പ് കുത്തിപ്പോയി. അപ്പൊ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു അലമാര വാങ്ങണമെന്ന്. അത് ഞാൻ സ്വന്തമായി വാങ്ങി എന്നാണ് പറഞ്ഞത്. ലീഡേഴ്സും വില കൂടിയ കാറുകളും സ്വപ്നവാഹനങ്ങളും വില കൂടിയ ബംഗ്ലാവുകളും ഒക്കെ സ്വപ്നം കാണുമ്പോ 3,500 രൂപ വില കൊടുത്ത ഒരു അലമാരി വാങ്ങാൻ അത് വലിയ സ്വപ്നമായി കൊണ്ടുവന്ന ഉമ്മയാണ് നമ്മൾ മുമ്പ് അവിടെ പോയത്. അത് വാങ്ങിയിരുന്നു. അതിനുശേഷം റീറ്റെയിലിൽ കിട്ടിയ കാശ് കൊണ്ട് ഞാൻ വീടിന്റെ മുറ്റത്തിന് കട്ട വാങ്ങി ചെടിയിലാക്കാൻ വേണ്ടിയിട്ട് മക്കളുടെ കാലിന്റെ വിരലിന്റെ ഇടയിൽ ആ ചെടി കയറിയിട്ട് വ്രണം വരാതിരിക്കാൻ വേണ്ടി വീടിന്റെ മുറ്റത്ത് കട്ട വാങ്ങിയിരുന്നു. റീറ്റെയിൽ ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന വാശി കിട്ടുന്നുണ്ട്. ആ കൂടുതൽ പേർ കമ്മീഷൻ വേറെ കിട്ടുന്നുണ്ട്. ആ പേർ കമ്മീഷൻ മോള് എടുത്തു കൊടുക്കാൻ പറയണത് അത് എടുത്തു കൊടുത്തിട്ട് അവർ സ്വന്തമായി ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിയിരുന്നു. ആ കഴിഞ്ഞ ദിവസം ഫാമിലി കിട്ടുന്നത് ആ വാഷിംഗ് മെഷീൻ കൊടുത്തൊരു ചടങ്ങിട്ടായിരുന്നു. അത് എന്നെയായിരുന്നു ക്ഷണിച്ചത്. ഉമ്മ വന്ന സമയത്ത് എന്റെ കയ്യിൽ ഒരു ചീട്ടോട് നിട്ട് കൊടുക്കാൻ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നോക്കൂ, വാഷിംഗ് മെഷീൻ നേരെ കയറ്റാൻ പറ്റുന്നുണ്ട്, അതിന് ബില്ല് കൊണ്ടുപോകണം. അങ്ങനെയാണ് കൈമാറിയത്. എന്നിട്ട് അവിടെ പറയാണ്, മോനെ സാറേ ഒരു ആഗ്രഹം പോയിട്ട് എനിക്കൊരു കാറും കൂടി വാങ്ങണം. പറഞ്ഞ അതേ നാക്കുകൊണ്ട് പറയാം, എല്ലാം കൂടി കൂടി നാക്കുകൊണ്ട് പറയണേ. ഈ ഉമ്മയൊക്കെ സ്വന്തമായി കാർ സഞ്ചരിക്കുന്നത് കണ്ടിട്ട് വെള്ളി മണ്ണിതല്ലോ താളാണല്ലോ.
ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ വിളിക്കുന്ന റാലച്ചേഴ്സ് മാത്രമേ വേദിയിലേക്ക് വരാവൂ. ബ്രാൻഡ് ഈ കഴിഞ്ഞ മാസം ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ഏതൊക്കെയാ? നമ്മുടെ ബ്രോൺസ്, സിൽവർ, പിന്നെ സ്റ്റാർ, പിന്നെ ഉറക്കെ പറയൂ, റൂബി, ഒഴിഞ്ഞിട്ട് ഇത്രയും ലീഡേഴ്സിനെയാണ് നമ്മൾ ആദ്യം ആദരിക്കുന്നത്. ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 10,000 ഡിഗ്രി മാച്ചുള്ള ബ്രോൺസ് ലീഡേഴ്സ്, ബ്രാൻഡ് ന്യൂ ബ്രോൺസ് ലീഡേഴ്സിനെ ആദരിക്കുമ്പോൾ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ എന്താ പറയാ, കോഴിക്കോട് ജില്ലയിൽ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് ആളുകളോട് എത്താൻ സമയം വൈകിയപ്പോ ഇവർ ഈ സമയത്തോട് എത്ര എളുപ്പം അവർക്ക് പുറപ്പെട്ടാവും. പൊട്ടിക്കൽ കഴിയും നല്ലൊരു പോയിന്റ്. ഓക്കെ, ബിസിനസ് മുകളിലേക്ക് ബിസിനസ് വഴി കൊണ്ടുവന്നവരാണ്. ലീഡേഴ്സിനെ ആദരിക്കുമ്പോൾ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്ത്യ നല്ല റിസൾട്ട് ഉണ്ടെന്ന് ഞാൻ ഈ കർണാടക അറിയാൻ നോക്കട്ടെ. നല്ല കൈ കൊടുക്കുന്നത്
ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എത്തണം എന്ന് പറഞ്ഞൊരു റാങ്ക് ഉണ്ട്. നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന എന്താ പറയാ ഓർഗനൈസേഷനിൽ ആ റാങ്ക് എത്തിക്കഴിഞ്ഞ് സ്യൂട്ടൊക്കെ ഇടാൻ പറ്റുന്ന പറഞ്ഞ അപ്പൊ അങ്ങനെ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് നമ്മുടെ റിയൽ ലീഡേഴ്സിന്റെ കൂടെ നിൽക്കാൻ ഭാഗമായിട്ടുള്ള ആ ഒരു റാങ്കിലേക്ക് എത്തിക്കുന്ന റിയൽ ലീഡേഴ്സിനെ കഴിഞ്ഞ മാസം ബ്രാൻഡ് ന്യൂ ടീം കോർഡിനേറ്റർ റാങ്കിലേക്ക് എത്തിയിട്ടുള്ള ലീഡേഴ്സിന് ഞാൻ വിളിക്കും. ഈ കയ്യടി പോരാ, നല്ലൊരു കയ്യടിയോടുകൂടി നമ്മളുടെ കമ്പനിയുടെ എന്താ പറയാ ഫസ്റ്റ് റാങ്ക് അച്ചീവറുള്ള ലീഡേഴ്സ് ആണ്. I would like to invite all brand new TC leaders, please come on the stage. നല്ലൊരു കയ്യടി. അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹം പറയും. എന്താ പറയാ, നമ്മളിത് കാണുക, കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ കാഴ്ചകൾ അറിയൂല, കണ്ണുള്ളവർ കണ്ണിന്റെ കാഴ്ച അറിയില്ല എന്ന് പറഞ്ഞതുപോലെ അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ സംസാരിക്കുന്ന രണ്ട് കണ്ണും കാണാൻ പറ്റാത്ത ഒരു വ്യക്തി ഇന്ന് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്ന് എന്താ പറയുക ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ കേൾക്കണ്ടേ? ഏവർക്കും നമസ്കാരം. ഞാൻ ഉറുദ്ദീൻ, പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് തിരുവേപ്പൂർ സ്വദേശിയാണ്. 7 മാസങ്ങളായിട്ടാണ് ബിസിനസ്സിന്റെ കൂടെയുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ ലോക്ക്ഡൗണിലാണ്. 1 വർഷം ലോക്ക്ഡൗണിലായപ്പോൾ ഉണ്ടായ അവസ്ഥകളൊക്കെ അറിയാം. എന്നാലും പിന്നെ 4 ചുമരുകൾക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ അവസരം തന്നൊരു ബിസിനസ്സുകാരൻ വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുത്ത് ഞാൻ ചെയ്യുന്നത്. കഴിഞ്ഞ ജനുവരിയിൽ ഞാൻ ഒരു കോഴ്സ് ചെയ്തു. അതിൻ്റെ ഫലം മിനിഞ്ഞാന്ന് TC എന്ന റാങ്ക് അച്ചീവ് ചെയ്ത് വളരെ സന്തോഷം. നിങ്ങൾ ഓരോരുത്തരും കോഴ്സ് എത്തിക്കുക എന്നുള്ളതിന് എനിക്ക് പറയുന്നത്. നന്ദി, നമസ്കാരം, ജയ് മൈ. ഓക്കെ, ഏറ്റവും നല്ലൊരു മെസ്സേജ് എന്ന് സാറിന് എങ്ങനെയാണ് സാറിന്റെ കണ്ണി എന്ന് പറഞ്ഞ കാത, ആ കാത അടുപ്പിക്കുന്ന ഒരു കൈയടിയാണ് നമ്മുടെ ലീഡർ ബിൽസർ പറയുന്നത് പോലെ എൻ്റെ എന്താണ് എന്നിലൊരു പിശാച് കയറിയ പോലെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു വിചാരമായിരുന്നു. അതിനുശേഷം ആ പിശാചിൽ നിന്ന് ഇറങ്ങിപ്പോയത് 2024 അവസാനത്തോടു കൂടിയാണ്. നമ്മുടെ താമരശ്ശേരി വെച്ചുള്ള ഒരു മീറ്റിംഗിൽ ബിൽസർ വളരെ നിർബന്ധമായി എന്തായാലും അതൊന്നും അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ആ സൗഹൃദത്തെ നമ്മൾ കണ്ടില്ല, നടിക്കാൻ പറ്റില്ല എന്നൊരൊറ്റ വിചാരത്താൽ ആ മീറ്റിംഗ് ഹാളിൽ പോയി. അന്ന് അവിടെ വെച്ച് ഞാൻ കണ്ടതും ഞാൻ കേട്ടതുമായ കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് നന്നായിട്ട് കയറുകയും ആ സമയത്ത് എൻ്റെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാവുകയും ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെയുള്ള എൻ്റെ പ്രവർത്തനങ്ങൾ മൈലൈഫ് എൻ്റെ ഹൃദയത്തിൽ നെഞ്ചിൽ ചേർത്ത് പിടിച്ചാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ പിശാച് എവിടെയും പോയി വാങ്ങും. അത് വളരെ സന്തോഷകരമായിട്ടുണ്ട്. 6 മാസം കൊണ്ട് തന്നെ അതിന് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റി. എനിക്ക് നല്ലൊരു ടീമിനെ കർണാടകയിൽ പിന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും ഒരു ലോങ് ടൈം എൻ്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ബിസിനസ് സംവിധാനമാണ് EMI എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുറച്ചുപേര് എൻ്റെ കൂടെ വന്നിട്ടുണ്ട് കർണാടകയിൽ. അവർക്ക് വേണ്ടി ನಾನು ಹೆಸರು ಕೂಡ ಕಲ್ಪಿಗೆ ಬಂದಿದ್ದೀನಿ. ಮತ್ತೆ ನಮ್ಮ ಟೀಮ್ಗ ಇಲ್ಲಿ ಒಂದು ಅಭಿನಂದನೆ ಹೇಳಕ್ಕೆ ಇಷ್ಟಪಡ್ತೀನಿ. ಸರಿ ಸರ್, ಮತ್ತೆ ನಮ್ಮ ಅಣ್ಣಪ್ಪ ಸರ್, ಪ್ರೀತಿ ಸರ್. ഈ കഴിഞ്ഞ മാസം ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ATC ഏരിയ ടീം കോർഡിനേറ്റേഴ്സിനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ല കാര്യങ്ങളൊക്കെ വേണ്ടി ഞാൻ ബിസിനസ് വരാൻ കാരണം ഇമ്മയാണ്. അല്ലെങ്കിൽ ജലദോഷം ശ്വാസത്തിൻ്റെ ആളായിരുന്നു. അപ്പോൾ ഞാൻ ഈ ബിസിനസ് മരുന്ന് ഒക്കെ മാറിയത്. മോളുണ്ടോ? ആ
ഇങ്ങോട്ടുണ്ടോ? ഉപ്പുണ്ടോ? ഉപ്പ ദുബായിലാണ്. ഉപ്പ ദുബായിൽ പൈസ ഉണ്ടാക്കുന്നു, ഉമ്മയും ഒരു നാട്ടിലിവിടെ അമ്മയിലേക്ക് പൈസ ഉണ്ടാക്കുന്നു. വാപ്പാൻ എത്ര പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കണം, നല്ല വരുമാനം. ബാപ്പി വർക്ക് ചെയ്യുന്നത് കുടുംബ സമയത്താണ്. ഇത് ഫാമിലി ബിസിനസ് ആണ് എന്ന് നമുക്ക് ബോധിപ്പിക്കുകയാണ്. മേഡം പേര് റാങ്ക് കോർഡിനേറ്റർ ആണ്. മോനെ TC ആക്കി, അല്ല ATC ആക്കി. ഒന്ന് ആലോചിച്ചുകൊണ്ട് ഉമ്മ മോനെ ATC വലിയ നിലയിൽ എത്തിച്ചിട്ട് ഉമ്മ താഴെ നിൽക്കുകയാണ്. അതാണ് മാതൃത്വം എന്ന് പറയുന്നത്. ഈ ഒരു എല്ലാ അമ്മമാരും പഠിക്കുകയാണ്. താങ്ക് യു മേഡം, താങ്ക് യു. ഇവിടുത്തെ വനിതകൾക്ക് വേണ്ടി, ലേഡീസിന് വേണ്ടി മെസ്സേജ്. എന്റെ പേര് അമൃത. ഞാൻ വർക്ക് ചെയ്യുന്നത് ടീച്ചറായിട്ടാണ്. അതിന്റെ കൂടെയാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മിനിറ്റ് പോലും ഞാൻ കളയാതെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഡെല്ലി സാർ നേരത്തെ പറഞ്ഞതുപോലെ എന്താ പറയാ, നമ്മളൊരു ജോലി, അതായത് പൈസ കൊടുക്കുന്നതിനും വേഗം ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ട കാര്യം. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിലൂടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരമാവാണെങ്കിൽ ആയിക്കോട്ടെ എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നല്ലൊരു കരഘോഷത്തിന്റെ കൈകടിയുടെ അകമ്പടിയോടുകൂടി ഒരു ജില്ലയിൽ ആകമാനമായിട്ട് ബിസിനസ് വ്യാപിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരുന്ന ഓൾ ബ്രാൻഡ് ന്യൂ ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റേഴ്സ്, പ്ലീസ് കം ഓൺ ദി സ്റ്റേജ്. കുറച്ച് പേടി മാറുന്നുണ്ട്. ഇത്രയും ആളുകൾ 2 വാക്ക് സംസാരിക്കണമെങ്കിൽ വലിയ കാര്യമില്ല. അപ്പം എല്ലാവരും ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മളൊക്കെ വീട്ടമ്മമാരാണ്, നമുക്കൊക്കെ നടക്കുമെങ്കിൽ ഒരുപാട് ബുദ്ധി ഇറങ്ങേണ്ടത്. എല്ലാവരും ഇത് നന്നായി ഏറ്റെടുക്കുക, സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുക. പേര് ശശിധരൻ വരുന്നത് കണ്ടിരുന്നതാണ്. എന്റെ സ്പോൺസർ ചെയ്തത് STCയുടെ രാജേഷ് സാർ കൂടാതെ സാറാണ്. എനിക്ക് പ്രായം ഏജ് പറയുകയാണെങ്കിൽ 71 വയസ്സായി. പല മേഖലയിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 65 വയസ്സിലാണ് ലാസ്റ്റ് റിട്ടയർമെന്റ് ആയത് ദേവസ്വം ബോർഡിൽ നിന്ന്. റിട്ടയർമെന്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഒരു ജ്യോത്സ്യൻ എന്റെ മുന്നേ ഒന്ന് പറഞ്ഞു, സാറിന് ആയുസ് 67 വയസ്സാണ്. കാരണം 65 വയസ്സിലാണ് ഞാൻ പെൻഷനാകുന്നത്. ഇനി പെൻഷൻ ആയുസ് 2 വർഷം മാത്രമേ ആയുസുള്ളൂ. ഞാൻ ഈ ജ്യോത്സ്യൻ പറഞ്ഞ ഇത് എന്റെ വൈഫിനോട് പറഞ്ഞില്ല. വൈഫ് പറഞ്ഞ അറിഞ്ഞിട്ട് അവര് സ്ട്രെക്കാവും. 2 വർഷം മാത്രമേ അദ്ദേഹത്തിന്റെ കണക്കിൽ എനിക്ക് ആയുസുള്ളൂ. പക്ഷെ ഇത് 71 വയസ്സായി. ഇതിന് ഏറ്റവും റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആയുസ് ജ്യോത്സ്യനൊന്നും ഭയപ്പെടുന്നില്ല. എന്തുകൊണ്ട് എനിക്ക് ആയുസ് കിട്ടി? 71 വയസ്സല്ല, ഞാൻ 120 വയസ്സാണ് ജീവിക്കും. ഓരോ 2 റീസൺ ഞാൻ വന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി. വെൽനസ് റെവല്യൂഷനിലായിരുന്നു. വെൽനസ് റെവല്യൂഷനിൽ എനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു. ഏകദേശം ഈ ബിസിനസ്സിൽ കടന്നു വന്നിരിക്കുന്നത് 2001-ലാണ്. 2001 ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്താണ് വെൽനസ് ഡയറക്ടർമാർക്ക് നല്ലപോലെ അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ കടന്നിട്ടുള്ള മേഖല ഇത് ലോകത്തിൽ കിട്ടാവുന്ന ഏത് സാധാരണക്കാരനും അസാധാരണക്കാരനെ വ്യക്തിയുടെ മാറുന്ന മാത്രമേ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യണ വെൽനസ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എത്രയും പെട്ടെന്ന് ബ്രാൻഡ് ന്യൂ സോണൽ ടീം കോർഡിനേറ്റർ, പ്ലീസ് കം ഓൺ ദി സ്റ്റേജ്. പിന്നിൽ നിന്ന് എൻ്റെ ലീഡേഴ്സിനും പിന്നെ കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് കുറേ അസോസിയേറ്റ് ഉണ്ട്. ഇവർക്ക് ഞാൻ ഒന്നും കൊടുത്തില്ല. എത്ര ഒരു പക്വത ഉണ്ട്. ഇവർക്ക് ഞാൻ സ്നേഹം മാത്രം കൊടുത്തിട്ട് അവരുടെ കൂടെ നിന്നതാണ്. മക്കളെ പോറ്റിയെക്കാട്ടിൽ കൂടുതൽ സ്നേഹത്തോടു കൂടി അവരെ വളർത്തിയ ഭാഗമായിട്ടാണ് ഈ STC റാങ്ക് തന്നെ കിട്ടിയത്. നേരത്തെ വിളിച്ചപ്പോൾ എന്നെ വിളിക്കാനില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇന്നൊന്ന് ആലോചിച്ച് നോക്കുക, പക്വത എല്ലാവരും അത് പറയുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഒരാൾക്ക് പോലും ZTC ആകാൻ പറ്റെങ്കിൽ പക്വത ഉണ്ട് നമുക്ക് തന്നെ തോന്നുന്നത്. നമുക്ക് എന്തുകൊണ്ട് ZTC ആയിക്കൂടാ? പേര് ദീപക്, സ്വദേശം കക്കോടിയിലാണ്. ഈ ഒരു ബിസിനസ്സിനെ പരിചയപ്പെടുത്തിയത് അപ്കമിങ് RTC ആയിട്ടുള്ള സതീഷ് കുമാർ സാറാണ്. അദ്ദേഹത്തിന് ഈ ഒരു അവസരത്തിൽ കൃത്യമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. എന്നെ ഈ അവസരം പരിചയപ്പെടുത്തിയത് സുധീ സാർ കക്കോടിയാണ്. സാറിന് ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഞാൻ ഒരു വയറിങ്ങിന്റെ പണിക്കാറാണ്. ഇന്ന് വയറിങ് ഞാൻ ആകെ അറിയുന്ന പണിയാണ് വയറിങ്ങിന്റെ പണി. പക്ഷെ ബിസിനസ് ഒന്നും അറിയില്ല.
പക്ഷേ ഇന്ന് വയറിങ്ങിന്റെ പണിക്കാരെ ബിസിനസ് ആയിട്ട് ഞാൻ വിളിക്കുന്നു ബ്രാൻഡ് ന്യൂ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ പ്ലീസ് കം ഓൺ ദി സ്റ്റേജ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിജയവർക്കാനാണ്. കൊണ്ടോട്ടി പുളിക്കലാണ് വീട്. എൻ്റെ ഈ ബിസിനസ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത് നമ്മുടെ ചെറുപുഴ റബ്ബർ സാറാണ്. ഈ അവസരത്തിൽ ഞാൻ എല്ലാവിധ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ എൻ്റെ അഭിനയനായിട്ടുള്ള പ്രസ്താവ് മുതൽക്ക് ബന്ദിസ്ഥാന വരേക്കുള്ള എല്ലാ ജനറൽമാർക്കും ഞാൻ എൻ്റെ എല്ലാ നന്ദിയും അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ട്രഡീഷണൽ ബിസിനസ് രംഗത്തുനിന്നാണ് ഈ രംഗത്തേക്ക് വരുന്നത്. ലക്ഷങ്ങൾ മുടക്കി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നോ ലാൻഡ് നോ ലേബർ നോ ക്യാപിറ്റൽ എന്നുള്ള സന്ദേശം കേട്ടപ്പോൾ അതൊരു വലിയ അത്ഭുതമായിട്ട് തന്നെ എനിക്ക് സ്റ്റേക്ക് ചെയ്തു. കാരണം പണം മുടക്കി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പണം വേണ്ട, അതിന് പ്രത്യേക സ്ഥലം വേണ്ട, പണിക്കാർ വേണ്ട എന്നുള്ള സന്ദേശം കേട്ടപ്പോൾ അതൊന്ന് ചെയ്തു നോക്കണോ എന്ന് കരുതി ഇതിലേക്ക് വന്നതാണ്. പക്ഷേ എന്റെ സുഹൃത്തായിട്ടുള്ളതിൽ നിന്നും ഏകദേശം 15,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തതിന് ശേഷം ഇന്ന് 5 വർഷത്തിനു 2 കോടി ബിസിനസ് ആണ് എന്തത് ഇതോടെ മാറാൻ പറ്റിയത്. നിങ്ങൾ മനസ്സിലാക്കുക, ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ബിസിനസിന് ലക്ഷങ്ങളാണ് കടബാധ്യത. പക്ഷെ ഇന്ന് 10,000 മുടക്കിയിട്ട് ലക്ഷങ്ങൾ വാങ്ങാൻ പറ്റുന്നത് ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ്. 2 കോടി ബിസിനസ് വോളിയം മാച്ച് ചെയ്തിട്ടുള്ള ലീഡേഴ്സ് ആണ്. നമ്മൾക്കറിയാം, ഇപ്പൊ നിങ്ങൾ ഈ വേദിയിൽ കണ്ടിട്ടുള്ള ഒരു പറ്റം ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത ലീഡേഴ്സ് ആണ് ഈ നാഷണൽ ടീം കോർഡിനേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ 1-ൽ 2 കോടി, ഓർഗനൈസേഷൻ 2-ൽ 2 കോടി, 2 കോടി ബിസിനസ് വോളിയം മാച്ച് ചെയ്തുകൊണ്ട് നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ള എല്ലാ ലീഡേഴ്സിനെയും ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇപ്പൊ ഇവിടെ കാണുന്നതൊക്കെ എല്ലാവരും 2 കോടി ബിസിനസ് വോളിയം മാച്ച് ചെയ്തിട്ടുള്ള ലീഡേഴ്സ് ആണ്. ആദ്യ നാഷണൽ ടീം കോർഡിനേറ്ററും അതുപോലെ തന്നെ കഴിഞ്ഞ മാസം 2026 അസ്തമിക്കുന്ന സമയത്ത് 2,10,000 രൂപ ആഴ്ചയിൽ എന്റെ അക്കൗണ്ടിലേക്കും വരുത്തിക്കുമെന്ന് തീരുമാനമെടുത്ത് വരുത്തി വാങ്ങിയ ഒരു ലീഡർ ഉണ്ട്, നമ്മുടെ ശ്രീജ മേഡം. ശ്രീജ മേഡത്തിന് നമ്മുടെ ഒരു മൈക്ക് കൊടുത്തില്ല, ശരിയാവോ? കമ്പനി 450 രൂപ മുതൽ 2,10,000 വരെ തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു 2,10,000 എന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് എത്രയുള്ളൂ, സൈസിലും ലുക്കിലും ഒന്നല്ല കാര്യം, എന്റെ കയ്യിൽ തന്നെ പിടിക്കും കേട്ടോ. അപ്പൊ പേര്, സ്ഥലം, പ്രൊഫഷൻ. എൻ്റെ പേര് ഷാഹിർ എന്നാണ്. സ്വദേശം പൂനൂരിലാണ്. പ്രൊഫഷണലി ലീഗ ചുമക്കാരൻ.
അങ്ങനെ ആക്കിയതാണോ? എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്കൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. പേര് രഞ്ജിത് ബാബു എന്നാണ്. സ്ഥലം കോഴിക്കോട് പൂവാട്ടൂർപ്പാണ സ്വദേശം. വെൽഡറായിരുന്നു. ഇപ്പോൾ ഫുൾ ടൈം ബിസിനസ്സാണ്. എൻ്റെ മുമ്പ് ഉസ്താദായിരുന്നു. ഇപ്പോൾ NTC രംഗിൽ വർക്ക് ചെയ്യുന്നു. കാരണം നേരത്തെ പരിചയപ്പെട്ടതാണ്. പേര് അനീഷാണ്. ഇവിടെ രാമനാട്ടേരിയാണ്. ബൈ പ്രൊഫഷൻ ട്രഡീഷണൽ ബിസിനസ് ആയിരുന്നു. എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഷമീർ മുഹമ്മദ്, മേപ്പാടി, വയനാട് സ്വദേശിയാണ്. ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ട്രഡീഷണൽ ബിസിനസ് ആയിരുന്നു. കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടാണ്. ഇന്ന് ഫുൾ ടൈം കരിയറായിട്ട് വർക്ക് ചെയ്യുന്നു. എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ അറിയിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓട്ടോറിക്ഷ ഞാൻ ഒന്ന് മുന്നിലേക്ക് വെച്ച് വരികയാണ്. ഒന്നല്ല, എന്താ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ എന്താ പറയാ, ഖത്തറിൽ പത്രത്തിൽ അഡ്വർടൈസ്മെന്റ് വീട്ടിൽ മാനേജറായിട്ട് ജോലി ചെയ്യും. ഞാനിപ്പോ RTC എനിക്ക് RTC ലീഡറാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ നാട്ടിലേക്ക് വന്ന സമയത്ത് എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കൂടിയായിട്ടുള്ള എന്റെ ഗ്രേറ്റ് അപ്ലൈനാണ് ഈ സാറ്. അപ്പൊ സാറിന് എല്ലാവരും വിളിച്ച് എനിക്ക് വേണ്ടി നല്ലൊരു കൈയടി കൂടി കൊടുക്കണം. രജിത് കുമാർ ആണ്. രാമനാട്ടിലെ സ്വദേശം. ട്രഡീഷണൽ ബിസിനസ് ആയാലും ഇപ്പൊ ഒരു ഫുൾ ടൈം കരിയറായിട്ട് മാനേജ് ചെയ്യുന്നു. വിഷ് ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ന്യൂ ഇയർ. പേര് അയ്യൂബ്, കൊടുവള്ളിയാണ് സ്വദേശം. പ്രവാസിയായിരുന്നു മുമ്പ്. സ്വന്തം ബിസിനസ് ആയിരുന്നു ഗൾഫിൽ. അതൊക്കെ ഒഴിവാക്കി ഫുൾ ടൈം കരിയറായിട്ട് മൈഗ്രേഷൻ എടുത്തത് 6 വർഷമായി. നന്നായിട്ട് പോകുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഈ കഴിഞ്ഞ മാസത്തിൽ എന്താ പറയാ, ഈ പുതുവർഷ പുലരിയിലേക്ക് നമ്മുടെ AIGയിലേക്ക് പുതുതായിട്ട് ഒരു ബ്രാൻഡ് ന്യൂ നാഷണൽ ടീം കോർഡിനേറ്റർ പിറവിയെടുത്തിരിക്കുകയാണ്. അപ്പൊ ബ്രാൻഡ് ന്യൂ നാഷണൽ ടീം കോർഡിനേറ്റർ ഒരു ഓർഗനൈസേഷൻ 2 കോടി, മറ്റൊരു ഓർഗനൈസേഷൻ 2 കോടി ബിസിനസ് വോളിയം മാച്ച് ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ നിങ്ങളുടെ കരഘോഷത്തിന്റെ അകമ്പടിയോട് കൂടിയിട്ട് AIGയുടെ 2026 പുതുപുത്തൻ നാഷണൽ ടീം കോർഡിനേറ്റർ ബ്രാൻഡ് ന്യൂ നാഷണൽ ടീം കോർഡിനേറ്റർ മുമ്പ് ഈ ബിസിനസ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ യുറേക്ക ഫോർബ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി സെയിൽസ് സൂപ്പർവൈസറായി ജോലി ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൽ സെയിൽസ് മാനേജറായി ജോലി ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഗ്രേറ്റ് അപ്കമിംഗ് ITC രജീഷ് കാവൽ സാർ എനിക്ക് ഈ അവസരം പറഞ്ഞു തരുന്നത്. All loyalty bonus achievers, please come on the stage. നമ്മൾ ആഴ്ചയിൽ വാങ്ങുന്ന വരുമാനം അത് വാങ്ങിക്കൊണ്ട് തന്നെ കമ്പനി കൊടുക്കുന്ന മാസ വരുമാനം എക്സ്ട്രാ അവരുടെ പെർഫോമൻസ് കൊണ്ടും അവരുടെ ടീമിന്റെ പെർഫോമൻസ് കൊണ്ടും അഡീഷണൽ ആയിട്ട് വാങ്ങിയിട്ടുള്ള ലീഡേഴ്സ് ആണ് ഇപ്പോൾ നിൽക്കുന്നത്. Congratulations, sir. All performance achievers, please come on the stage. നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഇത് ഫോട്ടോ TDF എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് TDF? ടീം ഡെവലപ്മെന്റ് ഫണ്ട്. ടീമിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ കമ്പനി എക്സ്ട്രാ ആഴ്ച വരുമാനം കൊടുക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞു. അതിനുശേഷം മാസ വരുമാനം കൊടുക്കുന്ന കാര്യത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ഇനി ഒരു വാർഷിക വരുമാനവും കൂടി കമ്പനി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ 30 ആഴ്ചകളിലായിട്ട് ആ ടീം ഡെവലപ്മെന്റ് ഫണ്ട് കരസ്ഥമാക്കിയ 30 ആഴ്ചകൾ തുടർച്ചയായിട്ട് ഒരൊറ്റ ആഴ്ച പോലും വിടാതെ TDF ഫണ്ട് കരസ്ഥമാക്കിയ ലീഡേഴ്സിനെയാണ് ഞാൻ ഇങ്ങോട്ട്
ഇങ്ങോട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. അത് ഒരു ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പൊ അവരെ വിളിക്കുകയാണ് നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ 30 ആഴ്ചയിൽ അവർ വാങ്ങിയിട്ടുള്ള വരുമാനം എത്രയാണോ അത്രയും വരുമാനത്തിന്റെ 25% വീണ്ടും കമ്പനി അവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ ആ അക്കൗണ്ട് വാങ്ങാൻ അർഹരായിട്ടുള്ള ലീഡേഴ്സിനെയാണ് ഞാൻ ഇങ്ങോട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. ഇത് തുടങ്ങിയിട്ട് 30 ആഴ്ചയായിട്ടുള്ളൂ. അതിൽ ഒരാഴ്ച പോലും വിടാതെ 30-ൽ 30 വാങ്ങിയിട്ടുള്ള ലീഡേഴ്സിനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുകയാണ്. ഓൾ 30 ഏതെങ്കിലും 1-2 ആഴ്ച അയച്ചതല്ല, ഈ 30 ആഴ്ചയിൽ 30 അച്ചീവ് ചെയ്ത TDF അച്ചീവേഴ്സിനെ ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30-ൽ 30 അച്ചീവ് ചെയ്തിട്ടുള്ള ലീഡേഴ്സ് ആണ്. അപ്പൊ അവർക്ക് നമുക്ക് നൽകാൻ കമ്പനി കൊടുത്തിട്ട് 30 ആഴ്ചയിൽ ഒരാഴ്ച പോലും 31 ശരിയാട്ടോ 31 ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ കൂട്ടിയില്ലേ 31-ൽ 31 അച്ചീവ് ചെയ്തിട്ടുള്ള ലീഡേഴ്സ് ആണ് നിൽക്കുന്നത്. അപ്പൊ അവരെ നമ്മൾ പൊന്നായിട്ട് ആദരിക്കുന്നു. ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ പ്രജീഷ് സാറിനെ നല്ലൊരു കൈയടിയോടുകൂടി വിത്ത് മ്യൂസിക്